പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ നാളെ 2024 ഡിസംബർ 30 അതായത് 1200 ധനുമാസം 15 തിങ്കളാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:45 അസ്തമയം വൈകിട്ട് 6:09 തിങ്കളാഴ്ചത്തെ രാഹുകാലം കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു. അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം 6:45 എന്ന സൂര്യോദയത്തിനനുസരിച്ച് നാം രാഹുകാലത്തെ ക്രമപ്പെടുത്തേണ്ടതാണ്. പക്ഷേ നാം കാര്യമായും ഫോളോ ചെയ്യുന്നത് 7:30 മുതൽ 9 മണി വരെയുള്ള സമയമാകുന്നു. ആ ഒരു ശീലം നമ്മളിൽ വന്നു കഴിഞ്ഞു. അത് മാറ്റുവാൻ നമുക്ക് അത്ര പെട്ടെന്ന് കഴിയില്ല, ഈസി അല്ല കാര്യങ്ങൾ. നാളത്തെ നക്ഷത്രം പ്രായേണ മൂലം നക്ഷത്രമാകുന്നു. നാളത്തെ ദിനത്തിനൊരു പ്രത്യേകത, നാളെ അമാവാസിയാകുന്നു. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പിതൃകർമ്മങ്ങൾ ചെയ്യുവാൻ ഏറ്റവും അനുകൂലമായ സമയമാകുന്നു അമാവാസി. അമാവാസിയിൽ മറ്റ് വിശേഷപ്പെട്ട ഒരു കർമ്മങ്ങളും നാം അനുഷ്ഠിക്കാറില്ല. മൂലം നക്ഷത്രത്തിന് പ്രായേണ നക്ഷത്രാധിപനായ ഗ്രഹം കേതുവാകുന്നു. ആ കേതുവിന് പലപ്പോഴും പിതൃകർമ്മവുമായി പലപ്പോഴും ബന്ധപ്പെട്ട് നാം കാണാറുണ്ട്. പലപ്പോഴും മോക്ഷവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ കേതുവിന് വളരെയധികം ബന്ധങ്ങൾ കാണാം. കേതു അനിഷ്ടഭാവത്തിൽ ബാധാസ്ഥാനത്തിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ കേതു ബ്രാഹ്മണ ശാപതശ്ച, ബ്രാഹ്മണരുടെ ശാപം മൂലം ദോഷങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. അപ്രകാരം കേതുവിൻ്റെ ശിരസ്സാകുന്ന രാഹു, നവഗ്രഹത്തിൽ രാഹു സർപ്പത്തിൻ്റെ ശിരസ്സും കേതു വാലുമാകുന്നു. രാഹുവിന് മേൽപ്പറഞ്ഞ രീതിയിൽ ബ്രാഹ്മണബന്ധമോ അല്ലെങ്കിൽ മോക്ഷവുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയമോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ കേതുവിന് ഈ രീതിയിലുള്ള ബന്ധങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിനാൽ നാളെ പിതൃക്കളുടെ കർമ്മം ചെയ്യാൻ ഈ മൂലം നക്ഷത്രവും അതേ രീതിയിൽ അമാവാസിയും വളരെ അനുകൂലമായി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാം. അശ്വതി മകം മൂലം നക്ഷത്രങ്ങളുടെ അധിപനായ ഗ്രഹം കേതുവാകയാൽ അടുത്തുള്ള സർപ്പസങ്കേതത്തിൽ രാഹുകേതു പൂജ അല്ലെങ്കിൽ ആയില്യ പൂജ അല്ലെങ്കിൽ സർപ്പബലി, നാഗങ്ങൾക്ക് 100 പാലും അല്ലെങ്കിൽ മഞ്ഞൾ നിവേദ്യം, ഇതൊക്കെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.